കഴിഞ്ഞ ദിവസം വാർത്ത കാണുന്ന സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായി. അതായത് കോമാട്ടിച്ചാലിൽ അബ്ദുള്ള എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി AP വിഭാഗത്തിൽ നിന്നും ചില തെറ്റിദ്ധാരണാപരമായ പല പ്രവൃത്തികളും ചില സംസാരങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ഒരു വ്യാജസിദ്ധനായി സമൂഹത്തിൽ അവതരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ AP വിഭാഗത്തിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി. സമാനമായി ഒരുപാട് വ്യാജന്മാരെ ഈ AP വിഭാഗത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതുപോലെ ഒരു വ്യാജസിദ്ധനായി സമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുകയും ആളുകളെ ചൂഷണം ചെയ്യാനുള്ള പല വഴികളൊക്കെ അദ്ദേഹം മെനഞ്ഞുണ്ടാക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലായിരിക്കണം സമസ്ത അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എന്നാൽ ഇപ്പോൾ അവരെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല, സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്നു എന്ന രൂപത്തിലുള്ള വാർത്ത വരുന്നു. ഇതിൻ്റെ പേരിൽ അവർ പരാതി നൽകുകയാണ്. ഈ കേസ് യഥാർത്ഥത്തിൽ നിലനിൽക്കുമോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഞാൻ പ്രധാനമായും പറയുന്നത്, ഞാനും യൂട്യൂബിൽ പല സമയത്തും വീഡിയോകൾ പല വിഷയങ്ങളിലും ചെയ്യാറുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ ഒരു ഫോട്ടോ പ്രചരിപ്പിക്കുകയോ അതല്ലെങ്കിൽ ആ ഫോട്ടോ പ്രചരിപ്പിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുകയോ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് പോലും എഴുതിയത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതേസമയം നിലവിലുണ്ടായ പ്രശ്നങ്ങൾ ഇതൊരു കേസിനാസ്പദമാണോ അല്ലെങ്കിൽ ഇത് നിലനിൽക്കുമോ എന്ന കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് കുടുംബത്തെയോ അല്ലെങ്കിൽ കുട്ടികളെയോ അപമാനിക്കുകയോ സമൂഹ മധ്യത്തിൽ അവരെ വഷളാക്കുകയോ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരും ഇത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം ഈ വിഭാഗത്തിലെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി AP വിഭാഗത്തിൻ്റെ നേതൃത്വത്തിനെതിരെ പല രൂപത്തിലുള്ള ദുഷ്പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിൽ നടത്തിയിട്ടുണ്ട്. APJ അബുൽ കലാം അടക്കമുള്ള ആളുകൾ മർക്കസ് സന്ദർശിക്കുന്ന സമയത്ത് അവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ അനുമോദിക്കുന്ന ഘട്ടത്തിൽ അവരെ സ്റ്റേജിന്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തുകയും അവരെ അനുമോദിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ സ്ത്രീകളെ ഇവിടെ പൊതുരംഗത്ത് പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അപവാദ പ്രചരണം നടത്തിയതിന്റെ പേരിൽ ചില ആളുകൾക്കെതിരെ കേസ് പോലും വരികയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ വലിയ രൂപത്തിൽ വിമർശിച്ചിരുന്ന ആളുകളാണ് ഈ പറയപ്പെടുന്ന വിഭാഗം. അതുകൊണ്ട് തന്നെ ഇവർ സൂഫികളല്ല, ഇവർ അതിലേറെ വലിയ ഗുരുതരമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. ഈ വിഭാഗത്തിന്റെ നേതാവ് കോമാട്ടുചാലിൽ അബ്ദുള്ള വലിയ ഒരു സിദ്ധനാണ് എന്ന രൂപത്തിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പോലും ഇതിന് സമാനമായതോ അല്ലെങ്കിൽ അതിലേറെ ഗുരുതരമായ കാര്യങ്ങളോ ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രചരിപ്പിച്ചത്. അതല്ലാതെ സ്ത്രീകളെയോ അല്ലെങ്കിൽ കുട്ടികളെയോ അപമാനിക്കുക എന്ന യാതൊരു ലക്ഷ്യവും അതിൻ്റെ പിന്നിലില്ല എന്ന കാര്യം ഈ പ്രചരിപ്പിച്ച ആളുകളുടെ കമൻറ്റുകളും അവരുടെ പ്രസ്താവനകളും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, മർക്കസ് നോളജ് സിറ്റിയിൽ വിദേശത്ത് നിന്ന് വന്ന ആളുകൾക്ക് അവാർഡ് നൽകുന്ന സമയത്ത് ഒരു സ്ത്രീയായി അപ്പുറത്ത് നിൽക്കുന്നത് എന്നതിൻ്റെ പേരിൽ ആ പിക്ചർ വെച്ച് സമൂഹ മാധ്യമങ്ങളിൽ ആ നേതൃത്വത്തിനെതിരെ അപമാനിക്കുകയും അവർക്കെതിരെ ദുഷ്പ്രചരണം നടത്തുകയും മാത്രമല്ല അതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയുകയും സ്റ്റേജുകളിൽ പോലും അതിനെതിരെ പ്രസംഗിക്കുകയും ചെയ്ത ആളുകളാണ് ഈ വിഭാഗത്തിൻ്റെ നേതൃത്വം എന്നത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ആളുകൾ അതിനെതിരെയുള്ള തെളിവ് അവരുടെ ഭാഗത്തുണ്ടാകുമ്പോൾ അത് പൊതുസ്ഥലങ്ങളിൽ നിന്ന് അവർ ഒപ്പിയെടുത്തു സമൂഹ മാധ്യമങ്ങളിൽ അതിൻ്റെ തെളിവായി പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, കാന്തപുരം ഉസ്താദ് തന്നെ സ്ത്രീകൾ വിളിച്ചു ചേർത്ത ഒരു സംഗമത്തിൽ ഞാൻ പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ വെച്ചുകൊണ്ട്, എന്നാൽ പലയിടങ്ങളിലും കാന്തപുരം ഉസ്താദിന്റെ തൊട്ടടുത്ത് പല സ്ത്രീകളും ഉണ്ട് എന്ന് പറഞ്ഞ് ചിത്രങ്ങളും മറ്റുമൊക്കെ വെച്ച് പ്രചരിപ്പിക്കുകയും അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നടത്തുകയും ചെയ്ത ആളുകളാണ് ഈ കുരുവട്ടൂരികൾ എന്ന് പറയപ്പെടുന്ന വിഭാഗം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിങ്ങളുടെ നേതാവ് അല്ലെങ്കിൽ ഈ കോമാട്ടുചാലിൽ എന്ന് അബ്ദുള്ള എന്നറിയപ്പെടുന്ന വ്യാജസിദ്ധൻ എന്ന് ആളുകൾ വിളിക്കുന്ന ഈ വ്യക്തി ദുബൈയിൽ പോയി അതിലേറെ ഗുരുതരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള തെളിവുകൾ മാത്രമാണ് ഈ ആളുകൾ പ്രചരിപ്പിച്ചത് എന്ന് ഞാൻ ഇതിലൂടെയും മനസ്സിലാക്കുകയാണ്. അതിൻ്റെ എല്ലാം പുറമെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇവരെ കുറിച്ച് പറഞ്ഞത് സാവിയത്തു സൂഫിയ, സൂഫി വിഭാഗം എന്നാണ്. സൂഫി വിഭാഗം എന്ന് പറയുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ അതിൻ്റെ നിയമങ്ങൾ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുകയും അത് ആ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നവരും ആണ്. എന്നാൽ സ്ത്രീകളുടെ മുഖം തുറന്നിടുക എന്നത് സൂക്ഷ്മതയ്ക്ക് എതിരാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. അത് തെറ്റാണോ തെറ്റല്ലയോ എന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ
സൂക്ഷ്മത അത് മറക്കലാണ്, മുഖം മറക്കലാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ ആ സൂക്ഷ്മതയ്ക്ക് വിരുദ്ധമായിട്ടാണ് വ്യാജസിദ്ധൻ എന്നറിയപ്പെടുന്ന, മാത്രമല്ല ഈ ലോകം പോലും നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ് എന്ന് പറയുന്നതായി പല ആളുകളും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അവരുടെ സ്ത്രീകളും കുട്ടികളുമൊക്കെ മുഖം തുറന്നിട്ടുകൊണ്ട് നടക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ ഗണ്ണിക്കാൻ വേണ്ടി മാത്രമാണ്, അതിനുള്ളൊരു തെളിവായി മാത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ കുടുംബത്തെയോ കുട്ടികളെയോ അപമാനിച്ചു എന്നതിൻ്റെ പേരിലല്ല ഈ വിഭാഗത്തിന് പ്രശ്നങ്ങളുണ്ടായത്. നേരെ മറിച്ച് ഇത്രയും കാലം മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ ഇത്രയും കാലം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച ആളുകൾ അവരുടെ മുഖമൂടി അഴിയുകയും അവരുടെ യഥാർത്ഥ തനി സ്വഭാവം സമൂഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടായി. അത് മുഖേന അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള എന്നറിയപ്പെടുന്ന ഈ വിഭാഗത്തിൻ്റെ തലവൻ, ഞാൻ പറഞ്ഞ വ്യാജസിദ്ധൻ അറിയപ്പെടുന്ന ആ വ്യക്തി തന്നെ മുമ്പൊരിക്കൽ ദുബായിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഇടകലരുന്ന സ്ഥലമാണ്, ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞതായി ചില ആളുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഗ്ലോബൽ വില്ലേജിലൂടെ ഈ സ്ത്രീയെയും കൊണ്ട് ചുറ്റി നടക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഭാര്യയെയും കുട്ടികളുമായി ചുറ്റി നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഗ്ലോബൽ വില്ലേജിൻ്റെ സംസ്കാരമൊക്കെ നമുക്കറിയാമല്ലോ, ആ രീതിയിലുള്ള ഒരു തലങ്ങളിൽ ഇദ്ദേഹം ചുറ്റി നടക്കുമ്പോൾ ആളുകൾ സ്വാഭാവികമായും അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണ്, അദ്ദേഹം ഒരു വ്യാജനാണ്, അദ്ദേഹം ഒരു കള്ളനാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള തെളിവുകൾ മാത്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വഞ്ചനകളിലും ചതികളിലും സമൂഹം പെട്ടുപോകരുത് എന്ന് ബോധ്യപ്പെടുത്താനുള്ള വ്യക്തമായ തെളിവുകളാണ് യഥാർത്ഥത്തിൽ അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസുകൾക്ക് നിലനിൽപ്പുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊന്നും പ്രചരിപ്പിച്ച ആളുകൾക്ക് കുടുംബമോ കുട്ടികളെയോ അല്ലെങ്കിൽ സ്ത്രീകളെ ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യവുമില്ല. ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമൂഹത്തിന് മുന്നിൽ പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ സ്ത്രീകളെ അവർ എന്ത് ചെയ്യുന്നു എന്ന കാര്യം സമൂഹം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത്. ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.